വലിയ അളവോളം കാവലാണ്. അല്ലാഹു തആല പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മുടെ മഹല്ലിലെ ഒരു ഒത്തൊരുമയും സ്നേഹവും പരസ്പരമുള്ള ആദരവും ബഹുമാനവും, ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കാരണം മനസ്സുകൾ ശിഥിലമാവുന്ന, ഖൽബ് ശുദ്ധമാവാതെ പ്രകടനപരമായ പ്രവർത്തനങ്ങളുമായി മനുഷ്യൻ മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടം, അവിടെയാണ് നമ്മുടെ വിഷയം പ്രസക്തമാവുന്നത്. ഹൃദയം അങ്ങോട്ടാണ് അല്ലാഹു നോക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അയ്യുന്നാസി അഫ്ദലു, ആരാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായവർ? ഏറ്റവും ശ്രേഷ്ഠമായ ആൾ ആരാണ്? അപ്പൊ നമ്മിലൊക്കെ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഉണ്ടാകും. അതിൽ ചില വേരിയേഷൻസ് ഉണ്ടാകും. ചിലർ വളരെ നല്ല ശ്രേഷ്ഠത ഉള്ളവര്, ചിലർ കുറച്ചുള്ളവര്, ചിലർ അങ്ങോട്ട് എത്തുന്നവര്, ചിലർ എത്തിക്കൊണ്ടിരിക്കുന്നവര്, അങ്ങനെയൊക്കെ കാണും. ആരാണ് നബിയെ? അയ്യുന്നാസി അഫ്ദലു യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഏറ്റവും നല്ല ശ്രേഷ്ഠർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി മഹാനായ ഇമാം ഇബ്നു മാജ അവരുടെ സുനനിൽ കിതാബ് സുഹദിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ മറുപടി വരുന്നു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവർ എന്നാണ്. അത് എപ്പോഴും പറയുന്നവർക്കാണ് സദൂഖ് എന്ന് പറയാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്താഖിയയിലേക്ക് നിയോഗിച്ച 2 റസൂലുമാരുടെ പേരുകളിൽ സ്വാദിഖ്, സദൂഖ് എന്ന് കാണാൻ കഴിയും. സൂറത്തു യാസീനിലെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിവക്ഷ നോക്കിയാൽ സദൂഖ് എന്ന് പറഞ്ഞ ഒരു ദൂതനെ ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ഹവാരിയങ്ങളിൽ നിന്ന് നിയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും സത്യം പറയുന്നവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സദൂഖ്, സ്വാദിഖ് എന്നുള്ള പേരൊക്കെ ഉണ്ടാവും. സദൂഖ് അതിന്റെ സൂപ്പർലറ്റീവ് ഫോമാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന ആൾ, എപ്പോഴും സത്യം പറയാൻ. ഇടയ്ക്കൊക്കെ നുണ വിളിച്ചു പറയുന്നവരുണ്ടാവും. അവരെ സദൂഖ് എന്ന് പറയില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതും സദൂഖാവൂല. പറഞ്ഞെന്ന് തന്നെ പറയണം. അത് പൊരുത്തപ്പിടിക്കേണ്ട വിഷയമാണ്. തെറ്റാണെന്ന് സംഭവിക്കണം. അപ്പോ അങ്ങനെ പറയുന്നവരൊന്നും ഇതിൽ പെടൂല. അതാണ് വിഷയം. സദൂഖുൽ ലിസാൻ, എപ്പോഴും സത്യമേ പറയൂ. അവര് പറഞ്ഞു, നബിയെ, സദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യസന്ധരായ ആളുകൾ എന്നർത്ഥം വരുന്ന സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമാ മഖ്മൂമുൽ ഖൽബ്, മഖ്മൂമുൽ ഖൽബ് എന്താണ് നബിയെ? മഖ്മൂം അറബിയിൽ ഖമംതുൽ ബൈത, ഒരു വീട് ഞാൻ ഖമംതു എന്ന് പറഞ്ഞാൽ ഐ ഖനസ്തുഹു, ഞാനത് അടിച്ചുവാരി എന്നാണ്. ഹൃദയം അടിച്ചുവാരുന്ന ആളുകൾ, ഹൃദയം ഇടക്കിടക്ക് ശുദ്ധിയാക്കുന്നവർ. മഖ്മൂമുൽ ഖൽബ് ആരാണെന്ന് പറഞ്ഞപ്പോ ഹബീബുനാ നബി തങ്ങൾ കൊടുത്ത മറുപടി ഹുവ തഖിയ്യുൻ നഖിയ്യു, അത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോനെ നീ ഞങ്ങൾ അതിൽ പെടുത്തണേ തമ്പുരാനെ. അന്നഖിയ്യു, ഹൃദയം ശുദ്ധിയുള്ള ആളുകളാണ് അവര്. എന്തൊക്കെ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവര്. അത്തഖിയ്യു അന്നഖിയ്യു, ഹൃദയം ശുദ്ധിയുള്ളവരാണ്. ലാ ഇസ്മ ഫീഹി, ആ ഹൃദയത്തിനുള്ളിൽ കുറ്റമില്ല. വലാ ബഗ്യ, അക്രമ സ്വഭാവമില്ല. കാണുന്നവരോടൊക്കെ ദേഷ്യം, അങ്ങനെ നടക്കുന്നവരുണ്ട്. ജീവിതം മുഴുവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്നവര്, മുഖം വീർപ്പിച്ച് നടക്കുന്നവര് ഒന്നും ഇതിൽ പെടൂല. വലാ ഗില്ല, അസൂയയില്ല, പകപോക്കലില്ല. വലാ ഹസദ, ഒരാളോടും ഒരു കുബുദ്ധിയുമില്ല, അസൂയയില്ലാത്ത, ദുർചിന്തകളില്ലാത്ത, പകപോക്കണമെന്ന ആഗ്രഹമില്ലാത്ത, ഹൃദയം ശുദ്ധമായി നടക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളില്ലേ, അവരാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
യാ റസൂലല്ലാഹ് നബിയേ അയ്യുന്നാസി അഫ്ളലു ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബിയേ കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ അപ്പൊ എന്തായി നാവ് കൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ അവരും ഹൃദയം എപ്പോഴും ശുദ്ധിയാണ് അതിലാരോടും പകല്ല ശത്രുക്കളില്ലാത്തവര് ലോകത്തുണ്ടാവില്ല മഹല്ലുകൾക്ക് വേറെ മഹൽ ശത്രുത ഉണ്ടാവും പള്ളികൾക്ക് വേറെ പള്ളി അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ കാലം എന്താ ചെയ്യാ നാടിന് വേറെ നാട് അയൽവാസിക്ക് അയൽവാസിയോട് ബന്ധുവിന് ബന്ധുവിനോട് ഒരു ബന്ധം ഇല്ലാത്തവനോട് ഇങ്ങനെ പകയും വിദ്വേഷവും അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് മനുഷ്യരുടെ പിന്നാലെ കൂടുന്ന ആളുകൾ ദൗർഭാഗ്യവാന്മാരാണ് അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ് സ്വഹീഹാണ് അതിന്റെ ചില റിവായത്തുകളിൽ ഉൾഫുണ്ടെങ്കിലും വളരെ സ്വഹീഹാണെന്ന് പല റിവായത്തുകളിലൂടെ വന്ന ഒരു ഹദീസാണിത് ഇതിന്റെ ആശയം പല വാക്കുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു നോക്കുന്നത് ഹൃദയം മടിച്ചു വാരുന്നവരിലേക്കാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വലുതാണ് എന്നതല്ല വിഷയം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി എത്രയുണ്ട് ഇതാണ് അള്ളാഹു നോക്കുന്നത് അവിടെയാണ് വിഷയം കിടക്കുന്നത് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വലിയ വലിയ പദ്ധതികള് മനുഷ്യന്മാരോട് മുഖം വീർപ്പിച്ചാൽ നടക്കുക സലാം പറഞ്ഞാൽ മടക്കൂല എന്താ അവിടെ കാര്യം ഒരു കാര്യമില്ല അത്ര സാധുക്കളുണ്ടെന്നാ നമ്മളെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് സലാം മടക്കൂല സുബ്ഹാനല്ലാഹ് ഇപ്പം നമ്മളെ സംഘടന അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല സലാം പറയാൻ പറ്റൂല അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ ബാക്കിയുള്ള ബിദ്അത്തിനെ പറ്റി ഞാൻ എന്താ പറയാ ചെയ്യാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറയാ അതന്നെ ചെയ്യുള്ളൂ എന്ന് മനുഷ്യന്മാർ പറയാ എങ്ങനെ ഉണ്ടാവും ഇന്ന ബൈന യദൈ സാഅതി അന്ത്യനാൾ വന്നെടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്വ സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്നൊരു കാലം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളമാണ് അത്തരം ആളുകൾ നമ്മുടെ ഇടയിലൂടെ ഒക്കെ നടക്കുമ്പോൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളാണ് നടക്കുന്നത് സലാം പറഞ്ഞാൽ മടക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ നാവ് കൊണ്ട് സത്യം മാത്രം പറയുകയും ഹൃദയം എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്ന അത്തഖിയുൻ നഖിയുല്ലദി ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ അങ്ങനെയാണ് നബി തങ്ങൾ വിശദീകരിച്ചത് സംശുദ്ധമായ ഹൃദയമുള്ള ഒരാൾ ആ ഖൽബിനുള്ളിൽ എന്തില്ല പകല്ല ദേഷ്യല്ല ഇവിടെയാണ് വിഷയം നിസ്കാരം കുറെ ഇബാദത്ത് കുറെ എടുത്തില്ല അതല്ല ഫർളുകളും അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ബാധ്യതകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗത്തിലെത്താനുള്ള വഴിയുണ്ട് ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം ശുദ്ധമായ ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാദ്യമായി വേണ്ടത് ഹൃദയത്തിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിനയം തോന്നലാണ് മനുഷ്യനാരും ഒരാളും വലിയവനാണെന്ന് തോന്നരുത് ഒരു ഉമ്മാക്ക് തോന്നരുത് ഞാൻ വലിയ ആളാണെന്ന് ഒരു ഉപ്പാക്ക് തോന്നരുത് ഒരു പണ്ഡിതന് തോന്നരുത് ഒരു വാല് പറയുന്ന ആൾക്ക് തോന്നരുത് ഒരു മുതഅല്ലിമിന് തോന്നരുത് സാധാരണക്കാരന് തോന്നരുത് എപ്പോഴും വിചാരിക്കേണ്ടത് അയാൾ എന്നെക്കാളും നല്ല ആളായിരിക്കും അങ്ങനെയാ വിചാരിക്കേണ്ടത് അതിന് കുറെ വിവരം വേണമെന്നൊന്നുമില്ല തഖ്വ ഉണ്ടായാൽ മതി എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി റളിയല്ലാഹു തആല ഹറം പരിശുദ്ധമായ മക്കയിലെ അറഫയിൽ അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ അറഫയാണല്ലോ നബി തങ്ങൾ പറയുമായിരുന്നു പരിശുദ്ധമായ അറഫയിൽ നിൽക്കുമ്പോ അള്ളാഹു പുറത്തു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ എനിക്ക് മാപ്പ് തരുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ലെന്നാണ്
ആ അറഫയിൽ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു അറഫയിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഹജ്ജിന് പോകുന്ന സമയത്ത് ആ ഹജ്ജിന്റെ നേരത്ത് മഹാനവറുകൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി പറയുകയാണ്, ലൗലാ അന്നി ഫീഹിം ലഖുൽതു ഖദ് ഗഫറല്ലാഹു ലഹും. ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വന്നവര്, ഈ കൂട്ടത്തിൽ ഞാനൊരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, ഗഫറല്ലാഹു ലഹും, ഇവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ധൈര്യമുണ്ടാകുമായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പാപിയായ ഈ മനുഷ്യൻ ഞാൻ ഇവിടെ ഉണ്ടായത് കാരണം ഈ ആളുകൾക്ക് അല്ലാഹു ഞാൻ കാരണം പുറത്തു കൊടുക്കാതിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് ഏറ്റവും വലിയ വിനയവും താഴ്മയും പഠിപ്പിച്ച ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഞാനിതിന്റെ അടിയിൽ പെട്ടതുകൊണ്ട് പടച്ചോനെ, ഞാൻ കാരണം അവർക്ക് കിട്ടാതെന്ന് പോകുമോ? ഈ വിഷയം ഉദ്ധരിക്കുമ്പോ അല്ലാമ ദഹബി തങ്ങൾ അവരുടെ സൈല അലാമുൻ നുബലായിൽ മഹാനവറുകൾ ഒരു തഅലീഖ് ചെയ്തിട്ടുണ്ട്. ഈ വാക്കിനെ മഹാനവറുകൾ അതിനെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. കദാലിക യംബഗീ ലിൽ അബ്ദി അൻ യസ്രി അലാ നഫ്സിഹി വയഹ്മിമഹാ. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ മോശപ്പെട്ടവനാണോ? എന്നിൽ കുഴപ്പങ്ങളുണ്ടോ? എന്നിൽ തകരാറുകളുണ്ടോ? എന്റെ വിഷയം എന്താണ്? ഞാൻ അത്ര വലിയ മുന്തിയ ആളല്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യേണ്ടത് മനുഷ്യൻ അനിവാര്യമാണ്. മഹാനായ ഇമാമുന മുസ്ലി റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കണമെന്ന് മഹാനായ അല്ലാമ ദഹബി തങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഹൃദയം ശുദ്ധിയാവുക. നമ്മൾ തന്നെ ആലിമുൽ അല്ലാമയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയല്ല, എപ്പോഴും ഹൃദയത്തിനുള്ളിൽ നമ്മൾ മോശക്കാരാണ് എന്ന് തന്നെ വിചാരിക്കണം എന്നാണ്. അതന്നെയാണ് വിവരമുള്ള ഓരോരുത്തർക്കും മീതെ അവരെക്കാളും വിവരമുള്ള വേറെ ആളുകളുണ്ട്. അങ്ങനെയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ അങ്ങനെ അല്ലാഹു പഠിപ്പിച്ച ഖിദർ നബിയുടെ കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, ഏത് ജ്ഞാനിക്ക് മീതെയും അവരെക്കാളും ജ്ഞാനമുള്ള ഒരാളുണ്ട്. മൻ അലമു അഹ്ലിൽ അർളി, മൂസാ നബിയെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആളാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് റിസാലത്തിന്റെ പദവിയുള്ള അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയും മുർസലുമായ അല്ലാഹു തആല മുഅ്ജിസത്തുകളെ കൊണ്ട് ആദരിച്ച മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു പോയി, ഞാൻ തന്നെയാണ്. അല്ലാഹു പറയുന്നത്, മൂസാ നബിയെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, അല്ലാഹു അലം, ആർക്കാണ് ഏറ്റവും അറിവുള്ളതെന്ന് അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അത് പറയാത്തത് കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ അബ്ദു സ്വാലിഹായ ഖിദർ നബിയുടെ കൂടെ യാത്ര പോകാൻ പറഞ്ഞില്ല അല്ലാഹു തആല. മൂസാ നബിയെ നിങ്ങൾക്കറിവില്ലാത്തത് ഖിദർ നബിക്കറിയാം, ഖിദർ നബിക്കറിയില്ലാത്തത് നിങ്ങൾക്കറിയാം. ഇൽമിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കണം, ഖിദർ നബിയുടെ കൂടെ യാത്ര പോകണമെന്ന് ശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തഅദീബ് ചെയ്ത ഭാഗമാണ്. പിന്നുണ്ടോ സാധാരണക്കാരുടെ വിഷയം? അല്ലാഹു തആല നമുക്കൊക്കെ ഹൃദയ വിശുദ്ധി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൃദയം ക്ലീൻ ചെയ്യലാണ്. ഹൃദയം കണ്ട് ക്ലീൻ ചെയ്യാം. ഇന്ന് നമ്മൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നമ്മൾ ബാക്കിയുള്ളവന്റെ അവസ്ഥ എന്താന്ന് ആലോചിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മുടേത് ആലോചിക്കാം. എന്റെ കാര്യം, ഞാൻ എന്റെ ഹൃദയം ശുദ്ധിയാക്കട്ടെ എന്ന് ഓരോരുത്തരും. അതിന് സഹായിക്കുന്ന ചില വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസും ചില ചരിത്ര സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ കടന്നു വരിക. ആളുകളുടെ കുറ്റങ്ങൾ, നന്മ ഒരുപാടുള്ള ആളുകൾ കുറ്റം കുറവാണ്, അങ്ങനത്തെവരുണ്ടാവും. കുറ്റം ഒരുപാടുണ്ട്, നന്മ കുറവാണ്, അങ്ങനത്തെവരുണ്ട്. ഈ രണ്ട് വിഭാഗത്തോട് രണ്ട് നിലയിലാണ് പെരുമാറാൻ പറഞ്ഞത്. അങ്ങനെയാണ് വഴിയെ ചർച്ച അവസാനിക്കുമ്പോ ഇമാം ദഹബി തങ്ങളുടെ ഒരു ഖൗല് ഞാൻ ഉദ്ധരിക്കും. അപ്പൊ പല സംശയങ്ങൾക്കും മറുപടി അതിൽ തീരും. ഒരു മനുഷ്യന്റെ നന്മ കൂടുതലാണ്, എന്നാ പിന്നെ എന്ത് ചെയ്യരുത്? എന്തെങ്കിലും ഒരു അപാകത വന്നു, എന്തെങ്കിലും ഒരു പെശക് വന്നു, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ഒരാളെ ഉപദ്രവിക്കരുത്. പള്ളി കമ്മിറ്റിക്കാരൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ഒരുപാട് സേവനം ചെയ്യുന്നവരാണ്. ജനറൽ ബോഡിക്ക് വന്നിട്ടാക്കാരം മറ്റോന്റെ വക, നമ്മളാ പൈപ്പ് നന്നാക്കിന്റെ ബില്ലില്ലല്ലോ,
പട്ടാമ്പി പോയി വന്നു എന്ന് കാണുന്നുണ്ട്, അതിൻ്റെ ഓട്ടോറിക്ഷൻ്റെ ബില്ല് കാണില്ലല്ലോ. ഈ സാധു എത്രയോ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പള്ളിയെ സഹായിച്ച ആളായിരിക്കും. പക്ഷെ ഇറങ്ങിപ്പോരുമ്പോൾ 100 റുപ്യ കട്ടു പള്ളിൻ്റെ റുപ്യാന്നാണ് അപ്പം പറഞ്ഞുണ്ടാക്കുക. ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ അതൊരു മോഷണം ചെയ്തത് തന്നെ അല്ല എന്നിരിക്കട്ടെ, പച്ച നുണ പറഞ്ഞുണ്ടാക്കും മനുഷ്യന്മാർ. അതുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ അള്ളാനെ വിചാരിച്ചിട്ട് കമ്മിറ്റിക്കാരായാൽ മതി. നാട്ടുകാരിൽ നല്ല വാക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇറങ്ങിപ്പോകുമ്പോൾ കള്ളനായിട്ടൊക്കെ ഇറങ്ങിപ്പോവുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളൂ ചെയ്യുന്ന പണി. ഒരു മനുഷ്യന്റെ നന്മ കൂടുതലാണെങ്കിൽ ആ മനുഷ്യന്റെ തിന്മയെ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, അപമാനിക്കാൻ പാടില്ല. തെറ്റില്ലാത്തവരുണ്ടാവില്ലല്ലോ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നഹു ലൈസ മിൻ ശരീഫിൻ വലാ ആലിമിൻ വലാ ദീ ഫളലിൻ ഇല്ലാ വഫീഹി ഐബുൻ. ശരീഫ് എന്ന് അറബ് നാടുകളിൽ പറഞ്ഞാൽ സയ്യിദന്മാർ, തങ്ങന്മാർ എന്ന അർത്ഥം. ആ ഭാഗങ്ങളിലൊക്കെ ഷെരീഫ് എന്ന വാക്കിനർത്ഥം തങ്ങന്മാർക്കാണ് ഷെരീഫ് എന്ന് പറയാം. ഏതൊരു തങ്ങളാവട്ടെ, വലാ ആലിമിൻ, ഏത് പണ്ഡിതനാവട്ടെ, വലാ ദീ ഫളലിൻ, സ്ഥാനമുള്ള ആരാവട്ടെ, ഇല്ലാ വഫീഹി ഐബുൻ, എന്തെങ്കിലും ഒരു ചെറിയ ഐബെങ്കിലും ഇല്ലാത്ത ആരാണുണ്ടാവുക? മലക്കുകളെ പോലെ ജീവിക്കാൻ ദുനിയാവിൽ കഴിയോ? ഇന്നിപ്പോ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യന്മാരെ വിചാരണ ചെയ്യലാണ് നാട്ടുകാരുടെ മൊത്തം ജോലി അല്ലേ? ഓരോരുത്തരെ വിചാരണ ചെയ്യാൻ, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളത്. ഓരോ ആളുകൾക്കും സയ്യിദന്മാരാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരാവട്ടെ, നേതൃസ്ഥാനത്തിരിക്കുന്നവരാവട്ടെ, അഴിബുകളില്ലാത്ത ആളുകൾ ആരാണുള്ളത്? വലാകിൻ മിനന്നാസി മൻ ലാ യംബഗി അൻ തുദ്കറ ഉയൂബു. ചില ആളുകളുടെ അയ്ബുകൾ പറയപ്പെടാൻ പാടില്ലെന്നാണ്. ജനങ്ങളിൽ ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകളുടെ തട്ടിപ്പ് ചെയ്യുന്ന ആളുകളുടെ അയ്ബുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാൽ ചില ആളുകളുടേത് പറയാൻ പാടില്ലാത്തതാണ്. മൻ കാന ഫളലുഹു അക്സറ മിൻ നഖ്സി വഹിബ നഖ്സുഹു ലിഫളി. ഏതൊരു മനുഷ്യന്റെ മഹത്വമാണോ ആ മനുഷ്യന്റെ ന്യൂനതയേക്കാൾ കൂടുതലുള്ളതെങ്കിൽ ആ മനുഷ്യന്റെ ന്യൂനതകൾ അയാളുടെ ആ ഫളല് മാനിച്ചുകൊണ്ട് വിസ്മരിക്കപ്പെടേണ്ടവയാണ്. അവിടെ മറന്നുപോകണം, ഉദ്ധരിക്കപ്പെടാൻ പാടുള്ളതല്ല, അപമാനപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ഇതങ്ങ് ആലോചിച്ചാലേ, ഒരു വീട്ടിലാണെങ്കിൽ അമ്മായിമാക്ക് മരുമകളെ പറ്റി കുറെ കുഴപ്പങ്ങളുണ്ടാവും. നമ്മൾക്ക് വല്ല നന്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ നന്മ ഉണ്ടാവും. നന്മ കൂടുതലാണോ എന്നാ പിന്നെ അവളെ കുറ്റം പറയണ്ട. അമ്മായിമാനെ പറ്റി മോൾക്കും അങ്ങനെയായിരിക്കും. എല്ലാ ഉമ്മാർക്കും, നാട്ടിലുള്ള ഉമ്മാർക്കും വാപ്പാർക്കും ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ? അപ്പം നന്മ കൂടുതലാണോ, ആ കുഴപ്പമൊക്കെ ഒന്ന് മറന്നേക്ക്, അത് സാരമില്ല, നീ അങ്ങ് സഹിച്ചേക്ക്, അതൊന്നും പറഞ്ഞു നടക്കണ്ട എന്നാണ് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. നന്മ കൂടുതലാണെങ്കിൽ തിന്മയുള്ള ആളുകളുടെ ആ തിന്മകൾ നന്മ കൂടുതലായതിന്റെ പേരിൽ മറന്നുപോകണം, ഒരിക്കലും പറഞ്ഞു പോവരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഹൃദയം ശുദ്ധിയാക്കാൻ നമ്മളോട് പറഞ്ഞ ആയത്തുകൾ എത്രയാണ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് ഇന്നത്തെ ജുമുഅ ഖുതുബയിൽ കേട്ടോലൊന്ന് കൈപൊക്കിയാട്ടെ. ആരും ജുമുഅക്ക് പോയിട്ടില്ലേ? മാഷാഅല്ലാഹ്. പെണ്ണുങ്ങൾ പോക്കണ്ട, നിങ്ങൾ ജുമുഅക്ക് വരുന്നില്ലല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ജുമുഅക്ക് പോയിട്ട് ബാക്കിയുള്ളവർ പൊക്കാത്തത് ഉറങ്ങിയോണ്ട് കേട്ടിട്ടില്ല എന്നാൾക്കാർ ഒന്നുകിൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നായിരിക്കും അല്ലേ? രണ്ടാലൊരു അർത്ഥമായിരിക്കും. ജുമുഅക്ക് പോകാത്തവരുണ്ടാവില്ലല്ലോ. നമ്മൾ ദുആക്ക് അവസാനിക്കുമ്പോഴേ അവസാനത്തെ ദുആയിൽ ഇങ്ങനെ പറയും, ഇമാമിയങ്ങൾ ചൊല്ലും, റബ്ബന ഗ്ഫിർ ലനാ, കാരുണ്യവാനേ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ ഈമാൻ കിട്ടിയ ആളുകള്, ഞങ്ങൾക്ക് മുമ്പേ മുസ്ലിമായവര്, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയവര്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഒരു സത്യവിശ്വാസിയോടും ഒരു മുഅ്മിനായ മനുഷ്യനോടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെറുപ്പ് തരല്ലേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. സൂറത്തുൽ അറാഫിൽ ഖുദിൽ അഫ്വ
വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നബിയെ അങ്ങ് മാപ്പ് പിടിക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക നബിയെ. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ പലതും വിളിച്ചു പറയും, എന്നും മറുപടി പറയരുത്. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളിൽ നിന്ന് മുഖം തിരിച്ചു കളയണം. വിവരമില്ലാത്തവർ എന്തൊക്കെ പറയും, അവർക്കൊക്കെ പറയാനുള്ള ചാൻസാണ് ഈ വാട്സപ്പ് ഒക്കെ വന്നത്. ആർക്കും എന്ത് വിളിച്ചു പറയാം. അല്ലാഹുവേ, വല്ലാത്ത കാലല്ലേ. ഖുർആൻ പറയാണ്, മുഖം തിരിച്ചു കളയും, അതിനൊന്നും സമയം കളയരുത്. മാപ്പ് ചെയ്തു കൊടുക്കുക, നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ വിവരമില്ലാത്തവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മുഖം തിരിക്കുക. ഒരു മഹല്ലിൽ ജോലി ചെയ്യുന്നപ്പോ, തിരുവത്ര വൈസി ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നത്, ആശ്ര വൈസി നമ്മുടെ മഹല്ല് ഖതീബാണല്ലേ. ഏതൊരു മഹല്ലിൽ ഉസ്താദിന്റെ കുറെ സ്വന്തക്കാരുണ്ടാവും. ഇനി ഉസ്താദ് ഇഞ്ഞ് അള്ളാന്റെ മലക്കാന്ന് പറഞ്ഞാലും അതേ ഉസ്താദ് അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവുന്ന. കുറച്ചാൾക്കാര് ഉസ്താദ് നല്ല ആൾക്കാണെങ്കിൽ നമ്മൾ നല്ല ആൾക്കാണ്, ഉസ്താദ് വളഞ്ഞാൽ ഞങ്ങളും വളയും, അങ്ങനത്തെ കുറച്ചാൾക്കാർ എല്ലാ മഹല്ലിലും ഉണ്ടാവും. പിന്നെ കുറച്ചാൾക്കാർ ഉസ്താദ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ബസ്സിൽ നിന്ന് ഇപ്പോൾ ഏത് കാല് വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്, വലത്തേതോ ഇടത്തേതോ. ഇങ്ങനെ നോക്കി ഇങ്ങനെ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന കുറച്ചാൾക്കാരും എല്ലാ മഹല്ലിലും ഉണ്ടാവും. അതുപോലെ ആകെ ഡിറ്റക്റ്റീവുകളാണ്, കുറ്റം കണ്ടെത്താൻ വേണ്ടി നടക്കുന്നവരാണ്. പിന്നെ ഇനി ഉസ്താദ് എന്ത് ചെയ്താലും പിടിക്കാത്ത കുറച്ചാൾക്കാരുണ്ടാവും. അത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് തന്നെ. അപ്പം ഞാൻ പറയണത്, മഹല്ല് മാറിപ്പോണ്ട. ഏത് മഹല്ലിൽ പോയാലും കഥാപാത്രങ്ങൾ ഒന്ന് തന്നെയാണ്, ആള് എല്ലായിടത്തും ഇങ്ങനെയാണ് അവസ്ഥ. എല്ലായിടത്തും വലിയൊരു അത്ഭുതമാണ് ജനങ്ങളുടെ ഈ സൈക്കോളജി, വലിയ അത്ഭുതമാണ്. ജനങ്ങളുടെ മൈൻഡ് സെറ്റ് വലിയ അത്ഭുതമാണ്. നമുക്കത് മാറ്റാൻ കഴിയൂല, നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. ജനങ്ങളെ മാറ്റാൻ കഴിയൂല, നമ്മൾ മാറാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അതുകൊണ്ട് നബിയെ മാപ്പ് ചെയ്തു കൊടുത്തേക്കുക. വസ്ഫഹ്, മുഖം തിരിക്കും. ഇതൊന്നും കേട്ടത് തന്നെ വിചാരിക്കണ്ട. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമാണ് നബിയെ പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. സൂറത്തുൽ മാഇദ. وَإِن تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. സൂറത്തു തഗാബുൻ. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹുവിന്റെ കരുണയും നിങ്ങൾക്ക് തരും. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്തുകൾ. സൂറത്തുൻ നൂറിലെ 21, 22 ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ. വാപ്പ സ്വഹാബിയാണ്, മഹദി ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ചെറുപ്പകാലത്തെ നബി തങ്ങളുടെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ മഹദി. അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് തന്നെ മാത്രം വേണമെന്ന് പറഞ്ഞ മോള്, എനിക്ക് നബിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്റെ ദിവസവും ബാക്കി ദിവസവും പറ്റുമെങ്കിൽ എനിക്ക് തന്നെ വേണം, എന്റെ റസൂൽ എന്റെ അരികത്ത് എപ്പോഴും വേണം എന്നാഗ്രഹിച്ചിരുന്ന ബീവിയാണ് ഹബീബിന്റെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത ഒരു അപരാധം അന്ന് കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ, യുദ്ധം കഴിഞ്ഞു വരുമ്പോ ബീവിയുടെ മാല നഷ്ടപ്പെട്ട് അത് നോക്കി നടന്ന് നേരം വൈകിയപ്പോ സ്വഹാബികളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി നിൽക്കുന്ന ഒട്ടകമാ ഒട്ടകക്കട്ടില് കവർ ചെയ്തതാണ്, മൂടിയതാണ്. നേരമായപ്പോ അതിന്റെ ഉള്ളിൽ ബീവി ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് വെച്ച് യാത്രയായപ്പോ ഹബീബിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു പോയ മാല അന്വേഷിച്ച് മരുഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുമ്പോഴാണ് ഹബീബിന്റെ സംഘം മുഴുവനും യാത്രയായത്. നോക്കണം,
നബി തങ്ങൾ ഒരു ഒട്ടകപ്പുറത്താണ്, ആയിഷ ബീവി വേറെ ഒട്ടകപ്പുറത്താണ്. ആയിഷ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് സ്വഹാബികൾ ഒട്ടകക്കട്ടില് മേലെടുത്തു വെച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബീവിയെ സുഖം തന്നെയല്ലേ എന്ന ഒരു കമന്റോ ഒരു ചോദ്യമോ സ്വഹാബികൾ ചോദിക്കാറില്ല എന്നതിനർത്ഥം. പരിചയമുള്ള ആളല്ലേ, എന്റെ വർത്താനൊക്കെ പറയാം, അങ്ങനെ ചോദിച്ചെങ്കിൽ എന്റെ ഉള്ളിൽ ആളില്ല എന്ന് മനസ്സിലാവൂലേ? ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകപ്പെട്ട് എടുത്തു വെച്ചു. സംഘം യാത്രയായി, നോക്കുമ്പോ ബീവി അവിടെ ഇല്ല. മരുഭൂമിയിലൂടെ മാല കിട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് നബി തങ്ങൾ അവിടെ ഇല്ല. സ്വഹാബികളൊക്കെ പോയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിഷമിച്ചു പോയില്ലേ? നോക്കുമ്പോൾ ആരാരുമില്ലാതെ ഒറ്റക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് യുദ്ധത്തിലെ യാത്രാസംഘം സൈന്യം കടന്നു പോകുമ്പോ പിന്നിൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്ക് പിന്നിൽ ഒരാളെ നബി തങ്ങൾ നിയമിക്കും. കുറച്ചാളുകളെ കടന്നുപോയ യാത്രാ സംഘത്തിൽ എന്തെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ടുവരാൻ അന്ന് ഡ്യൂട്ടിയുള്ള സ്വഹാബി മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്ത്വൽ റളിയല്ലാഹു അൻഹു ആണ്. അവരിങ്ങനെ വരുമ്പോഴാണ് ഒരു രൂപം ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടപ്പോഴേ മനസ്സിലായത് നബിയുടെ ഭാര്യയാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട്. ഹിജാബിന്റെ ആയത്ത് മറവേണം, അന്യ സ്ത്രീ പുരുഷന്മാർ കണ്ടുകൂടാ എന്ന നിയമം വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ കണ്ടിട്ടില്ല. ആയിഷ ബീവിയെ കണ്ടപ്പോഴേക്കും ഒട്ടകപ്പുറത്തുള്ള സഫ്വാൻ എന്നവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങോട്ട് പറഞ്ഞപ്പോ ബീവി സുബഹി നേരമായിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു. ഒന്നും പറഞ്ഞില്ല ബീവി. എന്താണ് ഇവിടെ ഒറ്റക്കായി പോയത്? എന്ത് പറ്റിപ്പോയി? എന്താണ് കഥ? ഒന്നും ചോദിച്ചില്ല. ഒട്ടകം താഴ്ത്തി കൊടുത്തു. ബീവിയോട് മേലെ കയറാൻ വേണ്ടി പറഞ്ഞു. സഫ്വാൻ ഇബ്നു മുഅത്ത്വൽ റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിക്കാതെ ആയിഷ ബീവി പറയുന്നു, ഞാൻ അല്ലാഹുവിനോട് പറയുമായിരുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. കാരുണ്യവാനെ, നീ എനിക്ക് മതി റബ്ബേ, നിന്നെ ഞാൻ കാര്യം പരമേൽപ്പിച്ചു തമ്പുരാനെ എന്ന് ഞാൻ എന്റെ വിഷയം അല്ലാഹുവിനെ ഏൽപ്പിച്ചു. എന്നോടൊരു വാക്ക് പോലും സംസാരിച്ചില്ല. ഹബീബിന്റെ സ്വഹാബിയായ സഫ്വാൻ ഇബ്നു മുഅത്ത്വൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒട്ടകപ്പുറത്ത് ഞാനും സഫ്വാൻ എന്നവർ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴെയും നടന്നു വരുമ്പോഴാണ് അവിടുത്തെ കപടവിശ്വാസികൾ, മദീനക്കാരായ കാപട്യത്തിന്റെ ആളുകള് അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യവതിയായ മഹദിയെ, സംശുദ്ധയായ ബീവിയെ, പറയാൻ പാടില്ലാത്തത് ആയിഷ ബീവിയെയും സഫ്വാൻ തങ്ങളെയും വെച്ചുകൊണ്ട് ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. ബീവിയും അവരും തമ്മിൽ അരുതാത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയ വ്യഭിചാരം നടന്നു എന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. ആ വിഷമം അല്ലാഹുവിന്റെ റസൂലിന് തെല്ലൊന്നുമല്ല നബിയെ വിഷമിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത്. ആയിഷ ബീവി വിഷമിച്ചു പോയി. അല്ലാഹുവിന്റെ വിവരം വരുന്നില്ല, നബി ഞങ്ങൾക്ക് വഹി വരുന്നില്ല, ശുദ്ധീകരണവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല, അവരുടെ ബീവിയുടെ ഉമ്മാക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ബീവിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബാണെങ്കിലോ ബീവിയോട് സംസാരിക്കുന്നുമില്ല. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായി ബീവിയുടെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നാൽ അല്ലാഹുവിനറിയാം ഞാനത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ എന്നെ പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്തിയവരിൽ സ്വന്തം അമ്മായിയുടെ മകൻ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു പെട്ടുപോയിട്ടുണ്ട്. കുറെ ആളുകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഏറ്റു പറയാൻ തുടങ്ങി. ഓരോന്ന് കേൾക്കുമ്പോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഈ കേട്ടത് ശരിയാണോ എന്ന് ആദ്യം ചിന്തിക്കൂല. ഈ വാട്സപ്പിലൊക്കെ വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിച്ചോളി. പലരും പലതും പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് നോക്കണം നമ്മള്. വാട്സപ്പ് എന്തല്ല വഹിയല്ല, ഫേസ്ബുക്ക് വഹിയല്ല, സോഷ്യൽ മീഡിയ വഹിയല്ല. കേൾക്കുമ്പോഴേക്കും ഫോർവേഡ്. ഇത് ഈ വിട്ടത് ശരിയാണോ? ഇതിൽ വല്ല കഴമ്പുണ്ടോ? ഇതൊന്നും നോക്കാതെ മനുഷ്യന്മാരായിട്ട് കമന്റും, തെറി പറയേണ്ട പോലെ തെറിയും, ചീത്ത പറയേണ്ട ഒരു ചീത്തയും, എന്തൊക്കെയാ ആവേശം. റഹ്മാനായ റബ്ബേ, എന്തൊരു ആവേശാണ്. ഒന്ന് ആലോചിക്കത് ശരിയാണോ? ഞാനിപ്പോ എന്തിനാ ഇപ്പൊ പറയണത്? ഈ കേട്ടത് വാർത്ത ശരിയാണോ? ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ നന്മയില്ലാത്തവരെ, തിന്മയുടെ ഉപാസകരായ ആളുകള് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ ഫതബയ്യനൂ, അത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തിന്? അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. കേട്ടതൊക്കെ നിങ്ങൾ പറയാനും
കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പല ആളുകൾക്കും അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും, പിന്നെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഞങ്ങൾ ശുദ്ധ ഖുർആൻ പറയാണ്, ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ പോലും നടത്താതെ മിസ്തഹ് ബിൻ ഉസാഫ എന്നവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ആയിഷ ബീവിയുടെ വാപ്പ തീറ്റിപ്പോറ്റുന്ന ആളാണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മിസ്തഹം പറഞ്ഞു എന്ന് കേട്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് സങ്കടമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു. വല്ലാഹി ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കൂല. സ്വന്തം മോളെ പറ്റി, അതും സ്വന്തം ബന്ധുവായ മോള്, ഏതെങ്കിലും ഒരു മോളാണോ, അഷ്റഫുൽ ഖൽഖിന്റെ പെണ്ണല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയല്ലേ, അത് മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ അത്വയ്യിബാതു ലിത്വയ്യിബീൻ. സച്ചരിതരായ ആളുകളെയാണ്, സച്ചരിതരായ ആളുകൾക്ക്, ആണുങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നല്ലവരായ പെണ്ണുങ്ങളല്ലേ. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖിന് ഇതുപോലെ തിന്മ ചെയ്യുന്ന ഒരാളെ അല്ലാഹു ഭാര്യയാക്കി കൊടുക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഏറ്റുപറഞ്ഞുപോയി. പറഞ്ഞുണ്ടാക്കിയതല്ല, കേട്ടത് ഫോർവേഡ് ചെയ്തു തന്നെ വിഷയം. തന്നെ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന. സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു, ഇനി ഞാൻ ഒന്നും മിസ്തഹ് എന്നവർക്ക് കൊടുക്കൂല. ഇത്രയും കാലം നമുക്കാണെന്ന് തോന്നൂലേ, നമ്മൾ ഒരുപാട് ഭക്ഷണവും മറ്റു സഹായമൊക്കെ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോരുന്ന ഒരു വീട്ടുകാര്, സ്വന്തം കുടുംബം തന്നെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്വന്തം മോളെ കല്യാണം വരുമ്പോൾ അത് വഴിക്കൊന്ന് മുടക്കി വിട്ടാലേ എങ്ങനെ ഉണ്ടാവും? എന്തായിരിക്കും അവസ്ഥ? സ്വന്തം പെങ്ങളെ കല്യാണം ഒരാൾ മുടക്കി, സ്വന്തം മോളെ കല്യാണം ഒരാൾ മുടക്കി എന്ന് കേട്ടാൽ എന്തായിരിക്കും? നമുക്ക് ആ മനുഷ്യനോട് സന്തോഷം തോന്നുമോ? ഇല്ല. വെറുപ്പ് തോന്നൂലേ? തോന്നും. ഇത് കല്യാണം മുടക്കിയതല്ല വിഷയം, അതിലും വലുതാണ്. മുത്തുനബിയുടെ മുത്തുനബിയുടെ ഭാര്യയെ സംബന്ധിച്ച്, ആയിഷ ബീവിയെ സംബന്ധിച്ച്, സിദ്ദീഖ സത്യസന്ധയായ മഹദിയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോ വാപ്പയല്ലേ സിദ്ദീഖ് എന്നവരെ സഹിക്കാൻ പറ്റുമോ? സത്യം ചെയ്തു പറഞ്ഞു, ഇനി മുതൽ ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ അബദാ, മിസ്തഹ് എന്നവർക്ക് ഇനി ഞാൻ ഒന്നും ഒരു കാലത്തും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله. നിങ്ങളിൽ മുതലാളിമാരായ ആളുകൾ സത്യം ചെയ്ത് പറയരുത്. മിസ്കീന്മാർക്കും പാവപ്പെട്ടവർക്കും അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും ഇനി ഞാൻ കൊടുക്കില്ല എന്ന് നിങ്ങളിൽ മുതലാളിമാർ സത്യം ചെയ്ത് പറയരുത്. ഒരു മുതലാളിയെ പറഞ്ഞിട്ടുള്ളൂ സിദ്ദീഖ് എന്നവര്, പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഉലുൽ ഫളിൽ, മുതലാളിമാരാരും പറഞ്ഞേക്കരുത്. സിദ്ദീഖ് തങ്ങളെ മാത്രം ഉദ്ദേശിച്ച പറയുന്നത്, പക്ഷേ അള്ളാഹു ബഹുവചനമായിട്ടാ പറഞ്ഞത്. അങ്ങനെ ആരും നിങ്ങൾക്കൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ ഇടപെടൽ നോക്കണം. നിങ്ങളിൽ മുതലാളിമാരെ പാവപ്പെട്ടവർക്ക് ഇനി കൊടുക്കില്ല എന്ന് സത്യം ചെയ്ത് പറയരുത്. നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾ പുറത്തു കൊടുക്കണേ. നിങ്ങൾ എന്നേക്കുമായി വിട്ടുകൊടുക്കണേ. അഫുവും സഫഹും ഉണ്ട്. അഫു എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക, സഫഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പുറത്തു തന്നിട്ടില്ലേ എന്ന് പോലും പിന്നെ പറയാൻ പാടില്ല. അങ്ങനെ മറന്നു കളയാ. ചിലർ അങ്ങനെ പറയും, ഞാൻ പിന്നെ അന്ന് മാപ്പാക്കി തന്നതാ, അന്ന് വേണ്ടാന്ന് വെച്ചതാ, പിന്നെ ഈ രണ്ടാമത് ചെയ്ത സ്ഥിതിക്ക് പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സഫഹ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വിട്ടുകളഞ്ഞു, എന്നേക്കുമായി. അതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനും പിന്നെ വരാൻ പാടില്ല. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണമേ, നിങ്ങൾ സഫഹ് ചെയ്തു കൊടുക്കണമേ, എന്നേക്കുമായി വിട്ടുകൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക. സിദ്ദീഖെന്നവരെ നിങ്ങളെ മോളെപ്പറ്റി മിസ്തഹ് പറഞ്ഞു, ശരിയാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനാണ്, അല്ലാഹു ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവരാണ്. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കിൻ. അതുവരെ ചെയ്ത നന്മ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ സിദ്ദീഖെന്നവരെ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു പോയില്ലേ, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണ്ടയോ? ബലാ,
വേണം റബ്ബേ, വേണം തമ്പുരാനെ. വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് പുറത്തു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു. മിസ്തഹന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അതുവരെ ചെയ്തിരുന്ന നന്മ തുടർന്നും ചെയ്തു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊന്നും വലിയ എളുപ്പമല്ല. നമ്മളോട് ഇങ്ങനെ ഒരാൾ ചെയ്താലേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിദ്ദീഖ് ചെയ്ത പോലെ മിനിമം മിണ്ടാതെങ്കിലും നടക്കും അല്ലേ? ഞാൻ ഉപദ്രവത്തിനൊന്നും പോലില്ല, പക്ഷെ ഞാൻ മിണ്ടൂല അങ്ങനെ പറയും. പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ. അത് ഹൃദയശുദ്ധിയുടെ ഭാഗമാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്.